ഹായ് നമസ്കാരം, വെൽക്കം ടു അടുക്കള പുണ്ണി. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരാഴ്ച എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ തിന്നു എന്നൊക്കെ അറിയണ്ടേ? സോറി, എൻ്റെ കഴിച്ചത് കൊന്നാലോ, സോറി, എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കുടിച്ചു എന്നറിയണ്ടേ? അത് നമുക്കറിയാം. എന്നിട്ട് എൻ്റെ വെയിറ്റിലൊന്ന് ഡിഫറൻസ് അറിയാം. ആദ്യം എന്തൊക്കെ തിന്നെന്ന് നോക്കിയിട്ട് വരാം. ഹായ്, രാവിലെ വരുമ്പോൾ വലിയ വെള്ളം കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഉള്ളിലേക്കാണെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നിട്ട് ചപ്പാത്തിയും പയറുതോരനും കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസമായി എനിക്ക് സ്മൂത്ത് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ചിങ്ങമ്പഴം എടുത്ത് വെട്ടിയരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെട്ടിയരിഞ്ഞ് ഫ്രീസായ നമ്മുടെ ആ ചിങ്ങമ്പഴവും കുറച്ച് പാലും കുറേ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊരു സ്മൂത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര ഇടാണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചെറിയൊരു കപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലഞ്ച് രാവിലത്തെ ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു. ആ ചപ്പാത്തിയും പയറുതോരനും പിന്നെ നമ്മുടെ പീച്ചിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പീച്ചിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ. പിന്നെ നമ്മൾ അത് കഴിച്ചു, വേറെ ഇറച്ചി കഴിച്ച ശേഷം രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും ക്യാബേജ് തോരനും രസവും വെണ്ടക്കപ്പാസും പപ്പടവും കൂടി എടുത്ത് കഴിച്ചു. ഇത്രയും ഞാൻ കഴിച്ചുള്ളൂന്നേ. അപ്പോൾ ബൈ, സീ യു. ഹായ്, ഇന്ന് വെളുപ്പാങ്കാലത്തെ തുടങ്ങി നമ്മുടെ ഫുഡ് അടി തുടങ്ങിയിട്ട് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു. മധുരം ഇടാനാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പത്തിരി കഴിച്ചു. നമ്മൾ പിന്നെ ഒരു ഉള്ളിവട വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുളത്തിലായിരുന്നു, അതിനെയും കളഞ്ഞു. പിന്നെ നമ്മൾ ഒരു പഴംപൊരിയും കഴിച്ചു. പിന്നെ ഉപ്പിട്ട സോഡ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും കടലക്കറി ഇഷ്ടു കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കറിയിലും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഊണ് കഴിച്ചു. അതും ഹോട്ടലിൽ നിന്നാണ്. നമ്മൾ ട്രിപ്പ് പോയേക്കാണ് കേട്ടോ, മൂകാംബികയ്ക്കാണ് പോണേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഊണ് കഴിച്ചപ്പോൾ അത് കിട്ടി സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മൊത്തം ഞാൻ അപ്പണ കൂടി കഴിച്ച് അതിങ്ങനെ മിഠായി കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉപ്പ് സോഡ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂകാംബിക എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്നാണ് ഡിന്നർ കഴിച്ചിട്ട് അന്നപ്രാസം പിന്നെ മോരും വെള്ളം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അപ്പോൾ ബൈ. ഹായ്, രാവിലെ മൂകാംബികമ്മ തൊഴാൻ പോയതുകൊണ്ട് വൈകിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശയും വടയും സാമ്പാറും ചമ്മന്തിയൊക്കെയായിരുന്നു. കൂടെ ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കുടജാത്രയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സാഹസികമായ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു തന്നെ കഴിക്കും. ഒരു ഹാഫ് ഉപ്പ് സോഡയും കുറച്ച് ടൊമാറ്റോ മുറുക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ മുറുക്കിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, അത് തന്നെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ വൈകുന്നേരമാണ് കഴിച്ചത്. ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സാലഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സീസൺ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിപ്പിലായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, സജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ, സീ യു. ഹായ്, അങ്ങനെ 2024 ലാസ്റ്റ് വാട്ടർ ഈറ്റിൻ്റെ ഡേ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ട്രിപ്പിലൊക്കെ ആയതുകൊണ്ട് എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ കുളമായിരുന്നു. ഡേറ്റൊക്കെ 2-3 ദിവസമായിട്ട് വിട്ടുപോയേക്കുമായിരുന്നു. എങ്കിൽ നമുക്ക് നാളെ തുടങ്ങി ശരിയാക്കാം. അപ്പം നമ്മൾ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രസാദം വൻപയറും തേങ്ങാക്കൊത്തും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കൂടെ ഒരുമിച്ച് ഒറ്റ ഇതായിരുന്നു. തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാനൊരു കോക്കനട്ട് വാട്ടർ, നമ്മുടെ കരിക്കും വെള്ളം, അത് കഴിച്ചു. പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, സൂപ്പർ ഐസ്ക്രീമായിരുന്നു. ഇനിയിപ്പോൾ ട്രിപ്പിലൊക്കെ ഇതൊക്കെ കഴിക്കുകയുള്ളൂ തോന്നുന്നു. നാളെ തുടങ്ങി വീണ്ടും സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കണമെന്നേ. പിന്നെ നമ്മളൊരു ഉപ്പ് സോഡ ഇതുപോലെ ഒരു ബോട്ടിലുള്ളത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളിവട പോലത്തെ സാധനവും കഴിച്ചു. ഇന്നത്തെ ഫുഡ് അതോടെ തീർന്നു. അപ്പോൾ ബൈ, സീ യു, ഹാപ്പി ന്യൂ ഇയർ. ഹായ്, 2025 തുടക്കം തന്നെ ഒരു കപ്പ് അയമോദ വെള്ളത്തിലായിരുന്നു കേട്ടോ. വാട്ടർ ഡയറ്റൊക്കെ എടുത്ത് തകർക്കണം എന്നൊക്കെ വെച്ചാൽ തുടങ്ങിയെങ്കിൽ എല്ലാം ഫ്ലോപ്പായി പോയിന്നേ. ബ്രേക്ക്ഫാസ്റ്റിന് കുക്കുംബർ, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്കയും കൂടെ നമ്മുടെ ജ്യൂസായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിട്ട നാരങ്ങോളം ജിയാസ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 കഷ്ണം പ്ലം കേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കാൻ പോകുന്നിടത്ത് ഇന്ന് ന്യൂ ഇയർ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സമൂസയും ഉഴുന്നുവടയും പഴംപൊരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നവർ തട്ടുകടയ്ക്ക് ഒരു ഷവർമയും കുട്ടി ചിക്കൻ സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിട്ട നാരങ്ങളും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇന്ന്. അപ്പോൾ ബൈ, സീ യു, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഹായ്, രാവിലെ വരുന്നതായിട്ടുള്ള ചെറിയ പയമോദം വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ ബാക്ക് പെയിൻ ഉപയോഗിക്കുന്നത് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് 2 ചപ്പാത്തിയും സവാള വാട്ടിയത് അതുകൊണ്ട്. പിന്നെ നമ്മൾ പുറത്തപ്പോൾ മോര് സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ എന്ത് കാണുമ്പോൾ ചില്ലി ചിക്കനായിട്ടൊക്കെ തോന്നുമെങ്കിലും വെറും ഗോതമ്പുണ്ട്. നമ്മൾ ജയിലിലൊന്നും പോകാണ്ട് തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. ലഞ്ചായിട്ട് ഞാൻ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 കപ്പ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് ട്യൂഷന് പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു ചെറിയ എക്സസൈസ് കൊണ്ട് നിർത്തിയിട്ട് ഇന്ന് നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത്ര ഓക്കെ ആയില്ലാന്നേ, ഞാൻ ടയർഡാണ് കുറച്ച്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോണ വഴിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിട്ടായിരുന്നു. അപ്പോൾ അവൾ ന്യൂ ഇയറിൻ്റെ ചിലവായിട്ട് എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബീഫും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവളെ വിശപ്പിക്കണ്ടല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല, ഞാനതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുക്കുംബർ ജ്യൂസും കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. അപ്പോൾ ബൈ, സീ യു.
ഹായ്. അപ്പം നമ്മുടെ ഡയറ്റ് തുടങ്ങിയിട്ട് 2.5 മാസം കഴിഞ്ഞ് 3 മാസം ആവാറായി. 3 മാസം ആയിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വെയ്റ്റ് ഡേയിൽ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത്. ഞാൻ മറന്നുപോയി. ഇപ്പം എന്താണെന്നറിയാൻ പാടില്ല, എല്ലാം ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് സമയം പോകുമ്പോൾ മറന്നു പോകും. കാരണം ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പുറത്ത് പോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ 11 മണിയായി. പിന്നെയാണ് എഡിറ്റ് ചെയ്യാൻ തന്നെ. അപ്പം ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയതാ. അപ്പം നമുക്കത് ആദ്യം പറയാം കേട്ടോ. എൻ്റെ ആദ്യത്തെ വെയിറ്റ്, പിന്നത്തെ വെയിറ്റ്. തുടങ്ങിയപ്പോൾ നമ്മൾ 81,900 ആയിരുന്നു. അതായത് 82 100 ഗ്രാമിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും 76,700 അങ്ങനെ എന്തോ സംതിങ് ആണ്. ഞാനത് വിടാട്ടോ, ഞാനത് പറയും, ഞാൻ ഓർക്കുന്നില്ല എത്രയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അത്ര വെയിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് വെയിറ്റ് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും വരാത്തത്. ഇനി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെന്നൊക്കെ വിചാരിക്കണം. ഓരോരോ കാര്യങ്ങളൊക്കെ വരുവാന്നേ, ഫംഗ്ഷനും അതും ഇതൊക്കെ. പിന്നെ എന്ത് ചെയ്യാനാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടായല്ലോ. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ആഴ്ച മൊത്തം കുറച്ച് മടിച്ചായിരുന്നു. കാരണം ട്രിപ്പൊക്കെ പോയി എങ്ങനെയാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. ഫുഡൊക്കെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മര്യാദക്കൊക്കെ പോയിട്ട് എൻ്റെ വെയിറ്റ് കറക്റ്റാക്കിയിട്ട് വരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ടിക് 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 അടിച്ച് പൊടിച്ച് അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.